ഒരു വണ്ടി തന്നാൽ നിങ്ങൾക്ക് അതിനപ്പുറത്ത് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് എന്തുണ്ട്, എങ്ങനെയുണ്ട്, ഏത് നിമിഷവും നിങ്ങളെ വിളിക്കാം, എന്ത് കാര്യങ്ങളും പറയാം. അതാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. നിങ്ങളുടെ സ്നേഹം വളരെ വലുതാണ്. സന്തോഷം. അപ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ ഡേയിലെ പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഡെലിവറി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൈമാറാൻ പോകുന്നത് ഒരു കിടിലൻ വാഹനമാണ്. പോർഷെ മെക്കാൻ കൊമ്പന്മാരെയാണ് കൈമാറുന്നത്. ഞങ്ങൾ ഡെലിവറി ഡേയിൽ പ്രിപ്പയർ ചെയ്ത് ഇത്തരം വാഹനങ്ങൾ തന്നെ കൊടുക്കണം എന്ന് കരുതി റെഡി ആയതല്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇപ്പം എത്രയും സമയം എത്രയും ഏകദേശം 1:15 അല്ലേ? അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് ഇനി ഒരു ഡെലിവറിയും കൂടി ഉള്ളൂ. അതായത് ഓട്ടോമൊബൈൽ രംഗത്തെ രാജാവിനാണ് നമ്മൾ കൈമാറാൻ പോകുന്നത്. അത് രാത്രി 7 മണിക്കേ ബജറ്റ് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ബജറ്റിൻ്റെ ചെറിയൊരു പ്രോഗ്രാമും കൂടെ ഉണ്ടായതുകൊണ്ട് ബജറ്റ് 7 മണിക്ക് എത്തുന്നതുകൊണ്ട് ആ ഒരു ഡെലിവറി ഉണ്ട് അല്ലേ? അപ്പോൾ അത് രാത്രി 7 മണിക്കാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. 4 മണിക്കാണ് നമ്മുടെ ഉമ്മയും വാപ്പയും കൂടിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് 4 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമറെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്ന് വന്നപ്പോൾ കണ്ടിട്ടില്ല. സുഖല്ലേ? എപ്പോഴാണ് പോകുന്നത്? 9 അല്ലേ? സന്തോഷം. മമ്മി ഹായ്. വെരി 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 കയറി വെരി വെരി സന്തോഷം. ഇത് എബി, ഇത് ജോയ്സ്മോന്, പപ്പ മമ്മ അല്ലേ? അതായത് ഞങ്ങളെ ഇപ്പം നമ്മൾ എത്ര വർഷമായി എബി? 1.5 വർഷമായി പരിചയപ്പെട്ടിട്ട് അല്ലേ പപ്പ? എന്താ ഈ ഒരു മുഹൂർത്തത്തിൽ പറയാനുള്ളത്? നല്ലൊരു സന്തോഷമായിട്ട് തോന്നുന്നു. ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ കണ്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത്. അതായത് ഇവരെ വീട് ഇടുക്കിയിലാണ് വരുന്നത് അല്ലേ? കട്ടപ്പന. ഈ കട്ടപ്പനയിൽ നിന്ന് കരുവാരകുണ്ടിക്കാണ് ഫസ്റ്റ് എത്തുന്നത് അല്ലേ ജയ്സ്മാനെ? കരുവാരകുണ്ട് വന്ന് ഏതാ ഫസ്റ്റ് വണ്ടി എടുത്തേ? BMW 5 Series. BMW 5 Series എടുത്തു. പിന്നെ നമ്മൾ മാറ്റിയിട്ട് 7 Series ആക്കി. BMW 7 Series ആക്കി. പിന്നെ നമ്മള് GL 350 എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർച്യൂണർ എടുത്ത് പിന്നെ പ്രാഡോ എടുത്തു. ലാൻഡ് ക്രൂസർ പ്രാഡോ എടുത്ത്. ഇപ്പം പോർഷെ മെക്കാൻ എടുത്ത്. അതായത് ചെറിയൊരു വണ്ടിഭ്രാന്തന്മാരല്ല ഇതുള്ളത്. പിന്നെ മക്കളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യണ ഒരു പപ്പയും അമ്മയും ഇവർക്കുണ്ട്. പിന്നെ ഇവരെ യാത്ര എങ്ങനെ വരികയെന്നോ, ഇത്രയും ലോങ് ആണെങ്കിലും പപ്പയും അമ്മയും കൂട്ടിയിട്ടാണ് വരിക. അതേപോലെ തന്നെയാണ് ജ്യേഷ്ഠകാന്യനും. ഒന്നിലേ പപ്പയും അമ്മയും ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരെ രണ്ടാളി. ഇങ്ങനെ അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കട്ടക്ക് വൈബിന് കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ആണ് ഇവർ. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഡെലിവറി ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾ ആദ്യം ശരിക്കും 2-3 വണ്ടി സെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് 3 വണ്ടി ഒരുമിച്ചാക്കാം അല്ലേ? അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്താണ്. പക്ഷേ ഇത് നമ്മുടെ കൊച്ചി ഷോറൂമിൽ തന്നെയാണ് ഇവർ വാങ്ങിയത്. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാന്ന് വരും. അതാണ് സഫാരി കാർസ്. അതായത് ഒരു വണ്ടി നമ്പറും കൂടെ ഈ ഇത്രയും വണ്ടികളും ഒരേ നമ്പറിൽ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. സെറ്റ് ചെയ്യും. അതെ. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ വണ്ടിയും ഒരു ദിവസം ഒരുമിച്ചിട്ടിട്ട് ഈ 7777 കാണിച്ചിട്ട് വീഡിയോ എടുത്തേക്കാം. അതിൽ 1-2 വണ്ടിയൊക്കെ ഞങ്ങൾ തന്നെ തിരിച്ചെടുക്കും, സെയിൽ ചെയ്യും അല്ലേ, എക്സ്ചേഞ്ച് ചെയ്യും. നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ പോവാണ്. എന്താ മമ്മിക്ക് ഈ ഒരു മുഹൂർത്തത്തിൽ പറയാല്ലേ? നിങ്ങളുടെ സഹകരണം സ്നേഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയത്. പിന്നെ നിങ്ങൾ സാധാരണ ആൾക്കാരെ പോലെയല്ല. ഒരു വണ്ടി തന്നാൽ നിങ്ങൾക്ക് അതിനപ്പുറത്ത് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളുടെ വണ്ടിക്ക് എന്തുണ്ട്, എങ്ങനെയുണ്ട്, ഏത് നിമിഷവും നിങ്ങളെ വിളിക്കാം, എന്ത് കാര്യങ്ങളും പറയാം. അതാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത്. നിങ്ങളുടെ സ്നേഹം വളരെ വലുതാണ്. സന്തോഷം. മമ്മി എന്നും വരുമ്പോൾ പറയും എന്നാ കട്ടപ്പനയ്ക്ക് വരുന്നു, ഇവർ 2 ആൾ വിളിക്കും അല്ലേ? പിന്നെ കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്കൊരു ലോഡ് സാധനം കൊണ്ട പോലെ വരിക അല്ലേ? ജക്കിമോന് പ്രത്യേകിച്ച് ഓന് ഞങ്ങൾ ചോക്ലേറ്റ് മുട്ടായി കൊടുക്കൂല. ഇവർ വന്നവന് സന്തോഷമാണ്. കാരണം ഇവർ ഒരുപാട് സാധനം കൊണ്ട് വരിക. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളും ഈ ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഔദ്യോഗിക ദിവസത്തിൽ തന്നെ ഒരു വാഹനം കൈമാറാൻ കഴിഞ്ഞത്. എന്താ ജയ്സ്മോന് പറയല്ലേ? വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ വണ്ടികളും സഫാരി കാർസിൽ തന്നെയായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും സഫാരി കാർസിൽ വരണം. ട്രസ്റ്റ് എന്ന് പറയുന്നത് അത് 100% ഞാൻ തന്നെ ഉറപ്പ് വരുന്നു. സഫാരി കാർസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് തന്നെയാണ്. പിന്നെ അൻഫൽക്കാണ് എല്ലാവരും നമ്മളെ ഒരു അനിയനെ പോലെ തന്നെയാണ് കൊണ്ടുവരുന്നത്. നമുക്ക് തിരിച്ചും അങ്ങോട്ടും അതുപോലെ തന്നെയായിരിക്കും. ഇനി എന്നും സഫാരി കാർസ് ഒപ്പം ഉണ്ടാവും ഞങ്ങൾ. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ അതെന്നും മരണം വരെ നിലനിൽക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.